ഇന്ന് നമുക്ക് ഫിഷ് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഫിഷ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് എടുക്കാം. അത് കരിമീനാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കരിമീനാണെങ്കിൽ ഒരു ഇടത്തരം മീനാണെങ്കിൽ നമുക്കത് ഒറ്റ പീസായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ട് ഞാനിത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് ഇതിലേക്ക് മസാലകൾ പറ്റിയിട്ട് നമുക്ക് 1 മണിക്കൂർ നമുക്ക് ഫിഷ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട മസാല ഞാനിവിടെ മസാല ഓൾറെഡി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഉണക്കമുളകും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തേക്കുന്നതാണ്. ഞാനിതിലേക്ക് ചേർത്തേക്കണം മുളക് കാശ്മീരി മുളകാണ് ചേർത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി. ഈ മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഈ മസാലകളെല്ലാം കൂടിയിട്ട് ഈ മീനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ ഈ മീൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫിഷിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ അരച്ചെടുത്തേക്കണം മസാല ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മീനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ നമുക്ക് ഈ മീൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമ്മൾ ഫിഷ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ ഫിഷ് നമ്മൾ പതുക്കൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചേക്കണ ഫിഷ് നമ്മൾ ആ മസാലയിലേക്ക് ചേർക്കും. അപ്പോൾ നമുക്ക് ആ മസാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സവോള കുറച്ച് കൂടുതൽ എടുക്കണം. പിന്നെ തക്കാളി ചോപ്പ് ചെയ്തെടുക്കുക. അത് നമ്മുടെ ഫിഷ് മസാലയുടെ പുളിക്കനുസരിച്ചുള്ള തക്കാളി എടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഞാനിവിടെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം നമുക്ക്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം നമുക്ക്. പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിവിടെ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. അത് നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുക്കുമ്പോൾ 1/4 പാൽ മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ മീൻ നമുക്കൊന്ന് പതുക്കെ വറുത്തെടുക്കുക. ആ മീൻ നമുക്ക് വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പതുക്കെ 2 സൈഡും പതുക്കെ മുരിഞ്ഞാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ മീൻ നമുക്ക് വറുത്തെടുക്കാം. ഒരു സൈഡ് പതുക്കെ മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡും തിരിച്ചിടാം. നമ്മുടെ ഫിഷ് വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ആ മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ മസാലയിലേക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന ഫിഷ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫിഷ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നമുക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. ഈ സവോളയും നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ സവോള വഴറ്റിയെടുക്കുമ്പോൾ വേപ്പിൻ്റെ അരി ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ അരിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളിൻ്റെ പച്ചക്കുത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടിയും നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൊരിക്കണം. നമുക്ക് നമ്മുടെ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ എടുത്തേക്കണം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് മുളക് പൊടി കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം.
ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം നമുക്ക്. മസാലകളെല്ലാം വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ നമുക്ക് തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ വേവിച്ചെടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ആ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമുക്ക് ഈ ഫിഷ് മസാലയിലേക്ക് അധികം ഗ്രേവി ആവശ്യമില്ല. ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കണം. അപ്പോൾ അതനുസരിച്ചുള്ള തേങ്ങാപ്പാൽ ചേർത്താൽ മതി. നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. നമുക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കസൂരി മേത്തി ചേർക്കാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. നമുക്ക് കുറച്ച് ചേർക്കുന്നത്. ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഈ ഗ്രേവി നമുക്ക് ആദ്യം നമുക്കൊന്ന് തിളപ്പിക്കാം. ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണം മീൻ ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണം മീൻ ചേർക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കാം. അപ്പം മീൻ്റെ ഉള്ളിലേക്ക് ആ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ടുള്ള ഗ്രേവിയാണിത്. അത് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കണം. ഈ കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമുക്ക് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്.